രാജ്യത്തുടനീളമുള്ള 32 ലക്ഷം പിന്നാക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് പ്രത്യേക കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് സൗഗാത് ഇ മോദി ക്യാമ്പയിൻ ആരംഭിച്ച ഭാരതീയ ജനതാ പാർട്ടി. ന്യൂനപക്ഷ മോർച്ച ബിജെപി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയുടെ മാർഗനിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ച ദില്ലിയിലെ നിസാമുദ്ദീനിൽ കിറ്റുകൾ വിതരണം ചെയ്ത് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ഈദ് ആഘോഷിക്കാൻ കഴിയും എന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ഈ ശ്രമത്തിന്റെ ഭാഗമായി 32,000 ന്യൂനപക്ഷ മോർച്ച പ്രവർത്തകർ രാജ്യവ്യാപകമായി 32,000 പള്ളികളുമായി സഹകരിച്ച് ആവശ്യക്കാരിലേക്ക് എത്തിച്ചേരുകയും അവരെ സഹായിക്കുകയും ചെയ്യും. സൗഗാത് ഇ മോദി ക്യാമ്പയിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്ന കിറ്റുകളിൽ വൈവിധ്യമാർന്ന ഇനങ്ങളുണ്ടാകും. ഭക്ഷ്യവസ്തുക്കളോടൊപ്പം വസ്ത്രങ്ങൾ, വെർമിസിലി, ഈത്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ്, പഞ്ചസാര എന്നിവ കിറ്റുകളിലുണ്ട്. സ്ത്രീകളുടെ കിറ്റുകളിൽ സ്യൂട്ടുകൾക്കുള്ള തുണിയും പുരുഷന്മാരുടെ കിറ്റുകളിൽ കുർത്ത പൈജാമയും ഉൾപ്പെടും. ഓരോ കിറ്റിന്റെയും വില ഏകദേശം 500 മുതൽ 600 രൂപ വരെ ആയിരിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. റംസാൻ, ഈദ് എന്നീ ദിവസങ്ങളിൽ മാത്രമല്ല, ദുഃഖവെള്ളി, ഈസ്റ്റർ, നൌറൂസ്, ഇന്ത്യൻ പുതുവത്സരം തുടങ്ങിയ പ്രധാന അവസരങ്ങളിലും സൗഗാത് ഇ മോദി പ്രചാരണത്തിന് പിന്തുണ നൽകുമെന്ന് ബിജെപി ന്യൂനപക്ഷ മോർച്ച ദേശീയ പ്രസിഡന്റ് ജമാൽ സിദ്ദിഖി പറഞ്ഞു. കൂടാതെ ജില്ലാതലത്തിൽ ഈദ് മിലാൻ ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. മുസ്ലിം സമുദായത്തിനിടയിൽ ക്ഷേമ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബിജെപിക്കും എൻഡിഎക്കും കൂടുതൽ സ്വീകാര്യത കൊണ്ടുവരികയുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് എന്ന് ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ മാധ്യമ ചുമതലയുള്ള യാസിർ സിലാനി വിശദീകരിച്ചു. ദരിദ്രരുടെ, പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരുടെ, അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും സർക്കാരും രാഷ്ട്രീയ പാർട്ടിയുമാണ് ഇപ്പോൾ ഭാരതം ഭരിക്കുന്നത്. അതിന് മറ്റൊരു ഉദാഹരണമാണ് യു.പിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. സംസ്ഥാനത്ത് ഇനി ഒരു ദരിദ്രന്റെയും മകൾ അവിവാഹിതയായി തുടരില്ല. അവരുടെ വിവാഹത്തിന് സർക്കാർ ഒരുക്കങ്ങൾ നടത്തുമെന്ന് യു.പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച സംഘടിപ്പിച്ച ജൗൻപൂർ മഹോത്സവത്തിന്റെ അവസാന ദിവസമായ 101 ദമ്പതികളുടെ സമൂഹ വിവാഹത്തിൽ നവദമ്പതികളെ അനുഗ്രഹിക്കാനെത്തിയ വേളയിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. സമൂഹ വിവാഹ പദ്ധതി ആരംഭിച്ചപ്പോൾ ആളുകൾ ചിരിക്കാറുണ്ടായിരുന്നു. ഇത് ദരിദ്രരെ അപമാനിക്കുന്നതായി പറയപ്പെട്ടു. പക്ഷേ ഇതുവരെ സംസ്ഥാനത്താകെ സമൂഹ വിവാഹ പദ്ധതി പ്രകാരം 4 ലക്ഷം ദമ്പതികളെ വിവാഹം കഴിപ്പിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പദ്ധതിയുടെ ആദ്യ വർഷം തന്നെ ഞങ്ങൾ 1 ലക്ഷം വിവാഹങ്ങൾ സംഘടിപ്പിച്ചു. കൂടാതെ ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന 35,000 രൂപ ഏപ്രിൽ 1 മുതൽ 1 ലക്ഷം രൂപയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ അർഹതയുള്ള പെൺമക്കൾക്ക് സർക്കാർ സ്കൂട്ടികളും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 101 ദമ്പതികളുടെ ഈ ബഹുജന പരിപാടി പ്രധാനമന്ത്രിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ആശയത്തിന് പുതിയൊരു മാനം നൽകുന്നു എന്നാണ് യോഗിയുടെ അഭിപ്രായം. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഈ ഇരട്ട എഞ്ചിൻ സർക്കാർ യാതൊരു വിവേചനവുമില്ലാതെ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ചേർന്ന് നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, മോദി അത് രാജ്യതലത്തിലും യോഗി അത് സംസ്ഥാന തലത്തിലും. സംസ്ഥാന തലത്തിൽ യോഗി ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലെ ബിജെപി മുഖ്യമന്ത്രിമാർക്കും ബിജെപി ഇതര മുഖ്യമന്ത്രിമാർക്കും മാതൃകയാക്കാവുന്ന സംഗതികളാണ്. അത്തരത്തിൽ ഒരു ഈഗോയുമില്ലാതെ ഒരാളെ മാതൃകയാക്കി, ഒരാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാതൃകയാക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമ്മുടെ രാജ്യം സ്വർഗമാകാൻ, നമ്മുടെ രാജ്യത്തിലെ സകല പ്രശ്നങ്ങളും അവസാനിക്കാൻ അധിക സമയം വേണ്ട. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.